ഓം നമോ നാരായണായ. ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ശ്രീരാമൻ ശ്രദ്ധ തിരിക്കുന്നു. ബാലിയെ ചെന്നു വിളിക്കാനും സമയം കളയരുതെന്നും ശ്രീരാമൻ നിർദ്ദേശിക്കുന്നു. ശേഷം താൻ ബാലിയെ വധിക്കാമെന്നും പിന്നെ സുഗ്രീവൻ അഭിഷേകം ചെയ്ത് രാജ്യത്തെ ഭരിക്കാനും അരുളുന്നു. കിഷ്കിന്ധാപുരി ദ്വാരത്തിലെത്തി ബാലിയെ പോരിന് വിളിക്കാൻ സുഗ്രീവന് തെല്ലും ചാഞ്ചല്യമുണ്ടായില്ല. ബാലി അലറിക്കൊണ്ടുവന്നു. യുദ്ധം തുടങ്ങി. വാശിയേറിയ പോരാട്ടം. ശരീരങ്ങളിൽ ചോര പുരണ്ടതോടുകൂടി ഏകരൂപധരന്മാരായി മാറിയ അവരെ വേർതിരിച്ചറിയുക സാധ്യമല്ലാതായി. മിത്രമാരെന്ന ശങ്കയാൽ ശ്രീരാമൻ അമ്പെയ്തില്ല. ക്ഷീണിച്ച് ഭീതിയോടെ സുഗ്രീവൻ ഓടി ശ്രീരാമസന്നിധിയിലെത്തി. ബാലി രാജധാനിയിലേക്കും പോയി. ബാലി സുഗ്രീവ യുദ്ധം. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു. സത്യമത്രേ നീ പറഞ്ഞതേടോ സഖേ. ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു. കാലം കളയരുതേതും ഇനിയെടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു. പാലനം ചെയ്തു കൊൾവൻ നിന്നെ നിർണയം. അർക്കാത്മജനതു കേട്ടു നടന്നിതു. കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. അർക്കാകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും. മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി. യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വിരുഹവും മറഞ്ഞു നിന്നിടിനാർ. മിത്രഭാവേന രാമാദികളന്നേരം. ക്രൂധനാം ബാലിയലറി വന്നിടിനാൻ. മിത്രതനയനും വക്ഷസി കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനയനെ 100 വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായിതു. രക്തമണിഞ്ഞേക രൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം. മിത്രാത്മജനേതു വൃത്രാരിപുത്രനെ ദിത്തം തിരിച്ചറിയാവല്ലൊരുത്തനും. മിത്രാവിനാശന ശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തില്ലതു നേരം. വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദ്ദിച്ചു ഭീതനായോടിനാൻ. മിത്രതനയനും സത്വരമാർത്തനായി. വൃത്രാരിപുത്രനും ആലയം പുക്കിതു. വിത്രസ്തനായി വന്നു മിത്രതനയനും പൃഥ്വിരുഹാന്തികെ നിന്നരുളിയിടിന. മിത്രാന്വയോത്ഭൂതനാകിയ രാമനോടെത്രയുമാർത്യ പരുഷങ്ങൾ ചൊല്ലിനാൻ.